നമസ്കാരം, വെൽക്കം ബാക്ക് ടു amrit. അപ്പോൾ ഇന്ന് ഞാൻ ഒരു അടിപൊളി കപ്പ ബിരിയാണീൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. വളരെ സിമ്പിളായിട്ടും ടേസ്റ്റോടു കൂടി നമുക്ക് വീട്ടിൽ തന്നെ കപ്പ ബിരിയാണി എങ്ങനെ തയ്യാറാക്കിയെടുക്കാം എന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കപ്പ ഒന്ന് വേവിച്ചെടുക്കണം. ഞാനിവിടെ 3/4 കിലോ കപ്പ അത്യാവശ്യം നല്ലോണം തന്നെ വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചെടുക്കാൻ പോവാണ് കേട്ടോ. ഇതിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ കപ്പയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയെടുക്കുക. നമ്മൾ എപ്പോൾ കപ്പ വേവിക്കുമ്പോഴും വറ്റിച്ചെടുക്കരുത്, അത്യാവശ്യം വെള്ളത്തിൽ തന്നെ വേവിച്ചെടുക്കണം. എന്നിട്ട് നമുക്ക് ഈ വെള്ളം ഊറ്റി കളഞ്ഞിട്ട് വേണം കപ്പ എടുക്കാനായിട്ട്. ഇപ്പോൾ നമ്മുടെ കപ്പയിൽ ഒഴിച്ചിട്ടുള്ള വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇത് കപ്പ സോഫ്റ്റായി നല്ലോണം വേവുന്ന വരെ നമുക്ക് അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ കപ്പ അവിടെ വേവുന്ന നേരം കൊണ്ട് നമുക്ക് ബീഫ് റെഡിയാക്കി എടുക്കുക. അപ്പോൾ ഞാനിവിടെ 3/4 കിലോ എല്ലോട് കൂടിയിട്ടുള്ള ബീഫാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ സാധാരണ കപ്പ ബിരിയാണിക്ക് അധികം എല്ലാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പം ഒരു 3/4 കിലോ ആണ് എടുക്കുന്നത് വെച്ചാൽ 1/2 കിലോ എല്ലും 1/4 കിലോ ബീഫുമാണ് എടുക്കേണ്ടത്. പക്ഷെ ഞാനിവിടെ നോർമലായിട്ടുള്ള എല്ലോട് കൂടിയിട്ടുള്ള ബീഫ് ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് നമുക്കൊന്ന് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. കുക്കറിൽ വേവിച്ചെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ബീഫ് വെന്ത് കിട്ടുകയും ചെയ്യും, നല്ല സോഫ്റ്റായിട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കുക്കറിൽ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ചെറുഉള്ളിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഒരു കൈപ്പിടിയോളം നമുക്ക് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. എത്രത്തോളം ചെറിയ ഉള്ളി ചേർക്കുന്നോ അത്രത്തോളം ടേസ്റ്റ് ആയിരിക്കും. അടുത്തതായിട്ട് നമുക്ക് ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ 2 ടേബിൾ സ്പൂണോളം ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള മസാലപ്പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അടുത്തതായിട്ട് നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കശ്മീരി മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഞാനിവിടെ ഒരു 1/2 ടീസ്പൂണോളം കശ്മീരി മുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത്. അടുത്തതായിട്ട് നമുക്ക് ഒരു 1/2 ടീസ്പൂണോളം തന്നെ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കാം. അടുത്തതായിട്ട് നമുക്ക് കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനിവിടെ ഒരു 3/4 ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. അടുത്തതായിട്ട് ഒരു 3/4 ടീസ്പൂണോളം തന്നെ ഗരം മസാല ചേർത്ത് കൊടുക്കുകയാണ്. അടുത്തതായിട്ട് ബീഫ് വേവുമ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ബീഫിലേക്ക് ആവശ്യത്തിന് ഉപ്പ്. പിന്നെ നമുക്ക് 2 ടീസ്പൂണോളം വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ ബീഫും ഈ മസാലപ്പൊടികളും ഒക്കെ ആയിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ആക്കി എടുക്കുക. ഇനി നമുക്ക് ബീഫ് വേവിക്കാനായിട്ട് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഒരു ഇളം ചൂട് വെള്ളം 1.5 കപ്പോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ബീഫൊന്നും നമുക്ക് കുറച്ച് വെള്ളം ഇറങ്ങും, എന്നാലും ആവശ്യത്തിനുള്ള വെള്ളം നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക. ഇനി നമുക്ക് കുക്കർ അടച്ചു വെച്ചിട്ട് ബീഫ് വേവുന്ന വരെ ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ഓരോ ബീഫിനും ഓരോ വേവായിരിക്കും, അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ കപ്പ നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വെള്ളമൊക്കെ ഒന്ന് ഊറ്റിയെടുക്കാം. എന്നിട്ട് കപ്പ ചൂടാറുന്നതിന് മുമ്പ് തന്നെ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. കപ്പ ഇവിടെ നന്നായിട്ട് ഉടഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സൈഡിലേക്ക് മാറ്റി വെക്കാം. അപ്പോഴേക്കും നമ്മുടെ ബീഫും റെഡി ആയിട്ടുണ്ട്. അത്യാവശ്യം നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയൊരു പരിപാടിയും കൂടിയേ ഉള്ളൂ. നമുക്ക് ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. ഇങ്ങനത്തെ നാടൻ വിഭവങ്ങൾ ഉണ്ടാക്കുമ്പോൾ വെളിച്ചെണ്ണയിൽ ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഈ വെളിച്ചെണ്ണയിലേക്ക് നമുക്ക് 2 മീഡിയം സൈസ് സവാള സ്ലൈസ് ചെയ്തെടുത്ത് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ 2 പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ സവാളയൊക്കെ ഒന്ന് പെട്ടെന്ന് വഴന്ന് വരാനായിട്ട് ഞാൻ അല്പം ഉപ്പ് ചേർക്കുന്നുണ്ട്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ കപ്പ വേവിക്കുമ്പോൾ ഉപ്പ് ചേർത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ബീഫ് വേവിക്കുമ്പോഴും ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് വേണം ഉപ്പ് ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിൻ്റെ ഇല ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ ഒരു സവാള നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം.
ഇനി അടുത്തായിട്ട് നമുക്ക് ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഈ ഇഞ്ചിൻ്റെയും വെളുത്തുള്ളിൻ്റെയൊക്കെ പച്ച കുത്ത് മാറുന്ന വരെ നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇപ്പോൾ എല്ലാത്തിൻ്റെയും പച്ചക്കുത്തൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പം ഞാനിവിടെ ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂണോളം തന്നെ മുളക് പൊടി ചേർക്കുന്നുണ്ട്. 1/2 ടീസ്പൂണോളം തന്നെ മല്ലിപ്പൊടിയും ചേർക്കുന്നുണ്ട്. എന്നിട്ട് ഈ പൊടികളുടെയും കൂടെയും പച്ചക്കുത്ത് മാറുന്ന വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇപ്പോൾ നമ്മുടെ പൊടികളുടെയും പച്ചക്കുത്ത് മാറിയിട്ടുണ്ട്. ഇനി നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ബീഫ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഈ മസാല എല്ലാം കൂടി നന്നായിട്ട് തന്നെ ബീഫിൻ്റെ പീസസിലൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി എടുക്കുക. ഒരു 5-10 മിനിറ്റ് ഇതുപോലെ ഒന്ന് നന്നായിട്ട് തന്നെ മിക്സാക്കി എടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഗ്രേവി ഇവിടെ കുറച്ച് കട്ടിയായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ഇളം ചൂട് വെള്ളം നമ്മൾ ആ ഒരു കുക്കറിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇനി ഒരു 5-10 മിനിറ്റ് ഈ ഒരു ഗ്രേവി നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ ഈ ഒരു സമയം നമുക്കിതിലേക്ക് എന്തെങ്കിലും ചേർക്കാനുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ, ടേസ്റ്റ് നോക്കിയതിന് ശേഷം. അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂണോളം ഗരം മസാലപ്പൊടി. നമ്മൾ ഈ ഒരു സമയം ഗരം മസാലപ്പൊടി ചേർക്കുമ്പോൾ അതിൻ്റെ ഗരം മസാലേൻ്റെ ഒക്കെ ഒരു ഫ്ലേവറൊക്കെ നമുക്ക് കിട്ടും. അതുപോലെ തന്നെ ഞാനൊരു 1/2 ടീസ്പൂണോളം പെരിഞ്ജീരകം, വലിയ ജീരകം പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു പെരിഞ്ജീരകം പൊടിച്ചത് ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ നമുക്ക് ഈ ഒരു കറിക്ക് തന്നെ കിട്ടുന്നത്. നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോൾ. ഇപ്പോൾ നമ്മുടെ ഗ്രേവിയൊക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ വേവിച്ച് ഉടച്ച് വെച്ചിട്ടുള്ള കപ്പ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് തന്നെ മിക്സാക്കി എടുക്കാം കേട്ടോ. ഇത്രയേ ഉള്ളൂ പണി. വളരെ സിമ്പിളാണ്, നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു കപ്പ ബിരിയാണി കഴിക്കാനായിട്ട്. നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുകയാണ്. അതും വലിയ പണിയൊന്നുമില്ല, നല്ല സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ കപ്പ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും വീട്ടിലുണ്ടാക്കി നോക്കണേ. എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻസിലൂടെ അറിയിക്കണം കേട്ടോ. ഇനി നമുക്കൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, കഴിക്കുന്നതിന് മുമ്പേ കുറച്ച് സവാള കുനുകുന അരിയുക. അതുപോലെ തന്നെ കുറച്ച് മല്ലിയിലയും കൂടി അരിഞ്ഞ് അതിന് മുകളിലൂടെ ഇട്ടിട്ട് വേണം കഴിക്കാനായിട്ട്. സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായങ്ങളൊക്കെ കമൻസിലൂടെ അറിയിക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെന്താ, നമ്മളെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്തിടുക കേട്ടോ. അപ്പോൾ ഞാൻ അടുത്തായിട്ടിടുന്ന എല്ലാ വീഡിയോസിനും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് മിസ്സാവേണ്ട കിട്ടും. അപ്പോൾ ഇനി അടുത്ത ഒരു അടിപൊളി റെസിപ്പിയോ അല്ലെങ്കിൽ വ്ളോഗൊക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പം ബൈ, ടേക്ക് കെയർ, താങ്ക്സ് ഫോർ വാച്ചിങ്.